റെസ്റ്റോറൻറ്റ്സ് അടഞ്ഞു പോകുന്നത് സാമ്പത്തികമായ അല്ലെ സെയിൽസോ കാര്യങ്ങളോ ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ കാരണങ്ങളും ഉണ്ടാകും. ഈ റെസ്റ്റോറൻറ്റ്സിൽ മിക്കവരും ഞാൻ പല കണ്ടൻസി കണ്ടിട്ടുള്ളതാണ്, ഈ GST നമ്പർ അല്ലെങ്കിൽ ഈ ബില്ലിൽ ഇവർ ടാക്സ് മേടിക്കുന്നത് ശരിയാണോ? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ജസ്റ്റ് തോന്നുന്നൊരു സംഭവം പറയാം. പുള്ളി ചായ വിറ്റാണോ കോടീശ്വരനായെന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഈ ഭക്ഷണ മേഖല ദിനം പ്രതി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണ മേഖല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഒക്കെയാണെന്ന് നമുക്കറിയാലോ. ഇത് വളർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക, സ്ട്രോങ് ആവുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. ഇത് കാരണം കൊണ്ട് ദിനം പ്രതി ഇങ്ങനെ അടച്ചു പൂട്ടുന്ന ഹോട്ടൽസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും അതിനുള്ളൊരു കാരണം? മാത്രമല്ല, എന്തൊക്കെ കാരണങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇവർക്ക് സംഭവിക്കുന്നത്? ഇതിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇഷ്യൂസ് കൊണ്ട് കണ്ടമാനം ഹോട്ടൽസ് അടഞ്ഞൊന്നും പോകുന്നില്ല. ഇപ്പം നമ്മുടെ ന്യൂസൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റീൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെ വീഴ്ചകൾ വന്ന റെസ്റ്റോറൻറ്റ്സ് താൽക്കാലികമായി അടച്ചിടുമെങ്കിലും പിന്നീട് അവർ തുടർന്ന് പ്രവർത്തിക്കാറുണ്ട്. റെസ്റ്റോറൻറ്റ്സ് അടഞ്ഞു പോകുന്നത് സാമ്പത്തികമായ അല്ലെ സെയിൽസോ കാര്യങ്ങളോ ഇല്ലാത്ത അങ്ങനത്തെ ഒക്കെ കാരണങ്ങളും ഉണ്ടാകും. ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഇഷ്യൂ കൊണ്ട് അടഞ്ഞു പോയതെന്ന് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ ഇതിലില്ല. അല്ല സാർ, ഈ പഴകിയ ഭക്ഷണങ്ങളൊക്കെ അതെ അങ്ങനെ പിടിക്കുന്നതും അവർ പിന്നെയും തുടർന്ന് ഒന്നെങ്കിൽ ആ പേരിലല്ല വേറൊരു പേരിൽ അവരുടെ ഫൈനും കാര്യങ്ങളും ഒക്കെ അടച്ചതിന് ശേഷം ഇവർ വേറെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇത് മെയിൻ ഡിസ്കഷനിൽ വരേണ്ടത് ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുത്താതെ എങ്ങനെ നോക്കാം, കസ്റ്റമേഴ്സിന് നല്ല ഭക്ഷണം എങ്ങനെ കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക് ചെയ്യാൻ സാധിക്കുന്നതുമായ കാര്യങ്ങൾ ആണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പം ഫുഡ് ആൻഡ് സേഫ്റ്റി അവരുടെ ഫങ്ഷൻസ് കുറേയൊക്കെ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ശരിക്കുള്ള ഒരു അവരുടെ ആ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഉള്ള ആളുകൾ എണ്ണം കുറവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എണ്ണം കൂടുതലുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. കണ്ടമാനം റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ്സിൻ്റെ അളവിൽ ഈ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് ആളുകൾ കുറവാണ്. കാരണം ഒന്ന്, ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി എന്ന് പറയുമ്പം ഒരു ടെക്നിക്കലായിട്ട് ഫുഡ് സേഫ്റ്റിയുടെ കണ്ടമാനം നോളജും ഒക്കെ കാര്യങ്ങളൊക്കെ ആൾക്കാർ വേണം. അങ്ങനെയുള്ളവർ അവൈലബിലിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ്സിനെ അതിന് ഫില്ല് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത്. ഇപ്പം ഈ കരിയർ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒക്കെ പല കോഴ്സുകളും ഫുഡ് ടെക്നോളജി അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനത്തെ വേക്കൻസിയിലൊക്കെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രെങ്തൻ ആകാൻ പറ്റും. ഇതുകൂടാതെ റെസ്റ്റോറൻറ്റ് ഉടമകൾക്കും അല്ലെ ഫുഡ് കരിയർ ഫോളോ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. കൺസൾട്ടൻസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് സംഭവങ്ങൾ ചെയ്യാം. അവർക്ക് നല്ല ഓഡിറ്റിങ് വരുത്താം. നോർമലി എംപ്ലോയീസ് അവരുടെ വർക്ക് എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഫുഡ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഫുഡ് ഉണ്ടാക്കുന്നതിൽ അവരുടെ ജോലി കഴിയുന്നു എന്നാണ് അവരുടെ മാനസികമായിട്ടുള്ള ഒരു സങ്കല്പം. പക്ഷേ അങ്ങനല്ല. അതുമായി ബന്ധപ്പെട്ട വൃത്തി അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അതിനുവേണ്ടി മാനേജർ അല്ലെ സൂപ്പർവൈസർ പോലുള്ളവർക്ക് കൂടെയുള്ള ടീമിലുള്ള വർക്ക് ചെയ്യുന്ന കിച്ചണിലും അല്ലാതൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഇതുപോലത്തെ അവർക്കറിയാവുന്ന നോളജ് ഷെയർ ചെയ്യാൻ പറ്റും. ചെറിയ ട്രെയിനിങ് സെക്ഷൻസ് കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈവൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് പോലും അവർ ചില സെമിനാർസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവൊക്കേഷൻസോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അത് കൂടുതൽ ആൾക്കാരിൽ എത്താറില്ല. അങ്ങനെയുള്ളത് മനസ്സിലാക്കുക, അത് പോയി അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്ന് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നമുക്ക് കയറിയാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോളജൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുത്തി കഴിഞ്ഞാൽ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ സാർ, അപ്പോൾ ഇതിനോട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണ്, ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും കുറച്ച് നിയമവശങ്ങളുണ്ട് അല്ലേ? അങ്ങനെ ബേസിക് ആയിട്ടുള്ള, നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല, നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള നിയമവശങ്ങൾ ഏതൊക്കെയാണ്?
ബേസിക് അതിൻ്റെ ലൈസൻസുകളെല്ലാം എടുക്കുക, മുനിസിപ്പാലിറ്റി അല്ലെ കോർപ്പറേഷൻ അല്ലെ വില്ലേജ് അതിൻ്റെ ബന്ധപ്പെട്ട ലൈസൻസ് എടുക്കുക, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ എടുക്കുക. ഫുഡ് ആൻഡ് സേഫ്റ്റി തന്നെ പല രീതിയിലുള്ള ലൈസൻസ് ഉണ്ട്, പ്രൊഡക്ഷനുള്ളതുണ്ട്, ട്രേഡിങ്ങിനുള്ളതുണ്ട്, കുക്കിങ്ങിനുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻസ് FSSAIയുടെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ അക്ഷയ സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവിടെ ഉള്ളവർ നല്ല ഹെൽപ്ഫുൾ ആണെങ്കിൽ അവരതിൻ്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് തരും. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അതിൻ്റെ ഒരു പ്രിലിമിനറി ഒരു സ്റ്റഡി ചെയ്ത് ഏതാണ് നമ്മൾ എടുക്കേണ്ടത് മനസ്സിലാക്കി ആ കറക്റ്റായിട്ടുള്ള ലൈസൻസും അതിൻ്റെ വേണ്ട ഡോക്യുമെൻസും ഒക്കെ നമ്മൾ കൊടുത്ത് അത് ചെയ്യാവുന്നതാണ്. പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് ബുക്ക് കീപ്പ് ചെയ്യുന്നതും പിന്നെ ടാക്സ് ഫയൽ ചെയ്യുന്നതും. ഇപ്പോൾ ടാക്സ് ഒക്കെ ഫയൽ ചെയ്യാൻ വേണ്ടി GST ഒക്കെ രജിസ്റ്റർ ചെയ്യണം. GST രജിസ്റ്റർ ചെയ്ത് അത് കറക്റ്റായിട്ട് ബുക്ക് ഓഫ് അക്കൗണ്ട്സും ഒക്കെ കീപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ GST രജിസ്റ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഈ ലൈസൻസോ അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ജസ്റ്റ് ചെലാൻ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് GSTയുടെ ഇത് എടുക്കാൻ പറ്റുന്നത്, GST നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ആദ്യം തന്നെ ഫയൽ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ GSTയുടേതിൽ ഈ റെസ്റ്റോറൻറ്റ്സിൽ മിക്കവരും ഞാൻ പല കണ്ടൻസി കണ്ടിട്ടുള്ളതാണ് ഈ GST നമ്പർ അല്ലെങ്കിൽ ഈ ബില്ലിൽ ഇവർ ടാക്സ് മേടിക്കുന്നു, ടാക്സ് മേടിക്കുന്നത് ശരിയാണോ, അങ്ങനെ ചില ഒരു പറഞ്ഞിങ്ങനെ കണ്ടിട്ടുണ്ട്. ശരിക്കും ഈ ടാക്സ് പേ ചെയ്യുന്നത് റെസ്റ്റോറൻ്റ് ഉടമയല്ല എടുക്കുന്നത്, അവരെടുത്ത് ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സ്കീമിൽ ചെയ്യുന്നവരുണ്ട്, പിന്നെ അല്ലാതെ ചെയ്യുന്നതുണ്ട്. ഇപ്പം ഈ ഡിജിറ്റലായിട്ട് നമുക്ക് കറൻസി വിനിമയം ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെ എല്ലാവരും ഗൂഗിൾ പേ അങ്ങനെയുള്ളതൊക്കെയാണ്, അല്ലെ കാർഡ്, അതൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കോമ്പൗണ്ടിങ് ചെയ്യുന്നവർ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ബിൽ ടു ബില്ല് GST വന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലർ വീഡിയോയിൽ ഭയങ്കര ഇതായിട്ട് നിങ്ങളെ കബളിപ്പിക്കുന്നുണ്ടോ, ഒരു കോമ്പൗണ്ടിങ് സ്കീമിലാണോ എന്നൊക്കെ പറഞ്ഞ് കണ്ടൻസ് ഇങ്ങനെ ഇടും. അവർക്കൊരു കണ്ടൻറ് ഇടാം എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ മിനിമമായിട്ട് പറഞ്ഞു വരുന്നത് GSTക്ക് നമ്പറും കാര്യങ്ങളൊക്കെ എടുക്കുക, കറക്റ്റ് ഫയൽ ചെയ്ത് പോവുക, അതാണ്. ഇതൊക്കെയാണ് നിയമവശമായിട്ടുള്ളത്. പിന്നെ എൻവയോൺമെൻറ്റൽ സേഫ്റ്റിക്ക് വേണ്ടി വേസ്റ്റ് മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട സംഭവങ്ങളും ഇതൊക്കെ ഉണ്ട്. അത് കളക്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ ഈ സത്യവാങ്മൂലം പോലൊക്കെ അവർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ അവർ എഴുതി വാങ്ങി അതിൻ്റെ ആൾക്കാർ വന്ന് കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്യുന്നത് പലയിടത്തും പല രീതിയാണ്. ചിലർക്ക് നല്ല എഫക്റ്റീവായിട്ട് കളക്ട് ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് അതിൽ കുറവുകൾ വരാറുണ്ട്. അത് നോക്കുക, കുറവുകൾ വരുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രതിവിധി നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളത്. ഇനിയുണ്ട് ഏതായാലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, അതായത് ഫുഡ് റിലേറ്റഡ് ബിസിനസ് തുടങ്ങുമ്പോൾ ഈ നിയമവശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ നമുക്ക് തലവേദനകൾ ഒഴിവാക്കാൻ പറ്റും. യെസ്, അതെ. ഇപ്പോൾ സാർ ഡോളി ചായ്വാല എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സാർ ഉറപ്പായിട്ടും കേട്ട് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചായ വിൽക്കുന്ന ഒരു സ്റ്റൈൽ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചായ വിറ്റ് കോടീശ്വരനായൊരു മനുഷ്യനാണ്. ബിൽ ഗേറ്റ്സ്, അതുപോലെ BBC ചാനൽ ഡോക്യുമെൻ്റ് ചെയ്യുക, ബിൽ ഗേറ്റ്സ് വന്ന് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തു. അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ ചായ വിൽക്കുന്ന ചുറ്റുപാടുകളോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലൊക്കെ അംഗീകരിക്കുന്നവരുണ്ട്, അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു ട്രെൻഡാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എനിക്ക് ജസ്റ്റ് തോന്നുന്നൊരു സംഭവം പറയാം. പുള്ളി ചായ വിറ്റാണോ കോടീശ്വരനായെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ചായക്ക് എത്ര ചാർജ് ചെയ്യാൻ പറ്റും, പുള്ളി എത്ര ചായ ചാർജ് ചെയ്യുന്നുണ്ട്, പുള്ളിക്ക് ഒരു ദിവസം എത്ര ചായ അടിക്കാൻ പറ്റും, അത്ര വരുമാനം അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ചായ വരെ. അതുകൊണ്ട് ചായ വിറ്റ് കോടീശ്വരനായെന്നുള്ളതിൽ ഇതുണ്ട്. പുള്ളി സാമ്പത്തികമായിട്ട് മുന്നേറിയിട്ടുണ്ടെങ്കിൽ ആസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിലാണ്, ആ രീതിയിലായിരിക്കും പുള്ളിക്ക് പണം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡോളി ചായ്വാലെ ഞാൻ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞാനൊരു സിനിമാ തിയേറ്ററായിട്ട് കമ്പയർ ചെയ്യും. സിനിമാ തിയേറ്ററായിട്ട് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. നമ്മൾ സിനിമ കാണാൻ പോകുന്നു. സിനിമ കാണുമ്പോൾ നമ്മൾ ഇടയ്ക്ക് വല്ല പോപ്കോണോ അല്ല എന്തെങ്കിലും സ്നാക്സോ ഒക്കെ മേടിച്ച് വന്നിരുന്ന് കഴിച്ച് സിനിമ കാണും. അപ്പോൾ തിയേറ്ററിൽ പോകുന്നത് ബേസിക്കലി സിനിമ കാണാനാണ്, അല്ലാതെ അവിടുത്തെ പോപ്കോൺ മേടിച്ച് കഴിക്കാനല്ല. അപ്പം അതേപോലെ തന്നെ ഡോളി ചായ്വാലയുടെ അടുത്ത് പോകുന്ന ഈ ചായ കുടിക്കുന്നത് സെക്കൻഡറിയാണ്. ഈ പുള്ളി ചെയ്യുന്ന കാണുന്ന എൻ്റർടൈൻമെൻ്റ് ആണ് പ്രൈമറി. അതാണ് അതിൻ്റെ സംഭവം.
പുള്ളി ബേസിക്കലി ഒരു എൻ്റർടൈനറാണ്, പുള്ളി ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാം. ചായവാല എന്ന് പറയുന്നതിലും ശരിക്കും ആർട്ടിസ്റ്റാണ്. പക്ഷേ ആൾക്കാർ പുള്ളിയെ ചായവാല എന്ന് പറഞ്ഞ് സ്റ്റൈല് കാണാനാണ്. അതെ, ഒരു നമുക്കിപ്പം അബ്നോർമലായിട്ട് ഇപ്പം ഒരാളെ പോയി കാണാനൊന്നും ആർക്കും ഇൻട്രസ്റ്റ് കാണത്തില്ല. അബ്നോർമൽ ആണെങ്കിൽ പോയി കാണാൻ ഇൻട്രസ്റ്റ് കാണും, അത്രേ ഉള്ളൂ. ബേസിക് ക്യൂരിയോസിറ്റി. ഓക്കെ സാർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാറിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തന്നെ നമ്മൾ കയറുന്ന ഹോട്ടൽസിൻ്റെയൊക്കെ പുറത്ത് ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അതിനോട് പൊതുവെ ആൾക്കാർക്കുള്ള സമീപനം എന്ന് പറഞ്ഞാൽ അയ്യോ എന്തൊരു കഷ്ടമാണ് ഇവർ ഈ വെയിൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാലും നമുക്ക് അതേ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. സാറിൻ്റെ കാഴ്ചപ്പാട് അതിനോടുള്ളത് എങ്ങനെയാണ്? ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ചില കണ്ടൻസൊക്കെ ചില ഇൻഫ്ലുവൻസേഴ്സ് ഇവരെ ഇങ്ങനെ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നു, അങ്ങനത്തെ സ്ഥാപനത്തിൽ കയറാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് കണ്ടൻസ് വന്നു. അതെ, സത്യത്തിൽ നോർമൽ ജനറൽ പബ്ലിക്കിന് ഇവരങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സിമ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഒരു കൺസെൻറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് ചിലർ കണ്ടൻ്റ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തപ്പോൾ ആണ് ഇങ്ങനൊരു തോട്ട് വന്നിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാം. നമ്മുടെ ട്രാഫിക്കിലൊക്കെ പോലീസ് നിന്ന് വർക്ക് ചെയ്യും, അവരൊരു ജനസേവനം കൂടെ ചെയ്യുന്നത്. അവരോടിങ്ങനെ തോന്നിയിട്ട് ആരെങ്കിലും ഒരു കണ്ടൻറ്റോ കാര്യമോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസും ചെയ്യേണ്ടത് വിട്ടുതരാം. ഇനി വെയിൽ കൊണ്ട് നിൽക്കുന്ന ഒരാളാണോ അതോ ഒരു തീക്കനലിൻ്റെ മുന്നിൽ ഫുള്ള് തീ കൊണ്ട് അത് സഹിച്ച് നിൽക്കുന്ന ആളാണോ കൂടുതൽ ഒരു സിമ്പതി വേണ്ടി വരുന്നത്? രണ്ടുപേർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ കൂടുതൽ സമയം ആരാണ് നിൽക്കുന്നതിനുള്ള ഡിപ്പെൻഡ് ചെയ്യാം. കൂടുതൽ സമയം ഒരേ സമയം നിൽക്കുക, തീയുടെ ഫ്രണ്ടിൽ നിൽക്കുക, അത് ഒട്ടും പറ്റാത്ത അതാണ് ഒരു വെയിൽ. അതായിരിക്കുമല്ലോ എന്തായാലും, അതായിരിക്കും. അപ്പം ഈ ഷെഫും അവരൊക്കെ ആ തീയുടെ മുന്നിൽ അതും എത്രയാണ് ഈ തന്തൂറിലൊക്കെ ഒരു അറൗണ്ട് 400 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടുണ്ട് എന്ന് വെച്ചാൽ ഒട്ടും പറ്റില്ല. നമ്മുടെ ഈ രോമമൊക്കെ കരിഞ്ഞു അതുപോലത്തെ. അപ്പോൾ ആ കണ്ടീഷനിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്നും ഈ ഇൻഫ്ലുവൻസേഴ്സ് കണ്ടില്ല, ഈ വെളിയിൽ നിൽക്കുന്ന ഈ പുള്ളിയാണ് കണ്ടത്. അപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ജോലി ഒരു വേറെ എംപ്ലോയീസിലെ റെസ്റ്റോറൻറ്റ്സിലെ വേറെ പല എംപ്ലോയീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരിയും കൂടെ ഈസി ടാസ്ക്കാണ്. ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫിസിക്കലായിട്ട് ഭയങ്കര സ്ട്രെങ്തോ അല്ലെ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെ മെൻ്റൽ കോൺസെൻട്രേഷൻ കൂടുതൽ ഉള്ള സംഭവങ്ങൾ ചെയ്യാൻ പറ്റാത്തവർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ജോലിയാണ്. രണ്ട്, ഇവർക്ക് ഒരു ഇത്ര സാലറി അവർക്കൊരു മിനിമം കിട്ടും. കൂടാതെ വെളിയിലോട്ട് പോകുന്നവർ ഒരു സിമ്പിൾ തോന്നി അവർക്ക് ടിപ്സായിട്ട് കൊടുക്കും. ഇപ്പോൾ പല റെസ്റ്റോറൻറ്റ്സിലും ഈ ജോലി അന്വേഷിച്ച് വരുന്നവരുണ്ട്. അവർക്ക് ഈ ജോലിയാണ് കംഫർട്ട്. വേറെ ഏതെങ്കിലും ജോലി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട, എനിക്ക് ഈ ജോലി മതി. അങ്ങനെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ ജോലി അവർക്ക് താല്പര്യം ഇതിലാണ്. അപ്പോൾ ഇതിൽ അത്ര ഒരു ബുദ്ധിമുട്ട് ഉള്ള ഒരു സംഭവം അല്ല അത്. മനസ്സിലായോ? കാഴ്ചപ്പാട് വ്യത്യാസമാണ്. പിന്നെ ചിലർ കണ്ടൻസിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പം കാഴ്ചപ്പാട് വേറെ രീതിയിലാകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന പലതിനും മറ്റൊരു വശം കൂടി ഉണ്ട് അല്ലേ? എല്ലാത്തിനും കാണും. അതാണ് എല്ലാ ജോലിയിലും ഓരോ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന ജോലിക്ക് മാത്രം ഒരു സിമ്പതി എന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മറ്റേ പോലീസിൽ ട്രാഫിക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന അവരുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ സാർ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ശരി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ. മൃണാൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു പറഞ്ഞാൽ ഒരു ബഡ്ജറ്റിൽ എത്തിക്കുക എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റാണ്. പണ്ട് പൊറോട്ട എന്തെങ്കിലും മേടിക്കും, പൊറോട്ടയ്ക്ക് തന്നെ ഒരു നല്ല മാർജിൻ അവർക്ക് ലാഭം കിട്ടും. അപ്പം പൊറോട്ട വിറ്റ് പോട്ടെന്ന് പറഞ്ഞ് ഗ്രേവി അല്പം കൊടുക്കും. അവരപ്പം വേറൊരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനാണ് ഈ ഗ്രേവി പുഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ മൃണാളിൻ്റെ കൺസെപ്റ്റിൽ ഒരു ഇപ്പോൾ ആൾക്കാർ ഒരു നെഗറ്റീവായിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്ന് നമ്മൾ ആവശ്യത്തിനുള്ളത് മേടിച്ച് വരുമ്പോൾ നോർമലി ഈ ബഡ്ജറ്റ് എന്നുള്ളതിൻ്റെ മുകളിലോട്ട് പോകും, അവരുടെ പ്രോഫിറ്റും പോകും, ഇത് ലോസിലോട്ടും എൻ്റർ ചെയ്യും.